ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഷിപ്പ് സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിൽ 2 ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ത്രെഡ് 6 ലെയറിൽ എടുക്കാവുന്നതാണ്. ഫസ്റ്റത്തെ ലൈനിൻ്റെ ഈ ഒരറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. നീഡിൽ ഇതുപോലെ കുത്തി മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നീഡിൽ താഴത്തെ ലൈനിലോട്ട് ഇറക്കി കൊടുക്കാം. ഇനി ഒരല്പം ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ലൈനിലൂടെ തന്നെ നീഡിൽ മുകളിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം താഴത്തെ ലൈനിൽ നീഡിൽ ഇറക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ 3 പ്രാവശ്യമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം നീഡിൽ താഴ്ത്തി ഇറക്കുകയും ചെയ്യുന്നതിന് പകരം ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 3 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ കാണാൻ ഭംഗി 3 എണ്ണം ചെയ്യുന്നതാണ്. ഇനി സെൻറ്ററിലെ സ്റ്റിച്ചില്ലേ, അതിൻ്റെ ഒരു സൈഡിലൂടെ നീഡിൽ മുകളിലോട്ട് കൊണ്ടുവരിക. നീഡിൽ ഇതുപോലെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ നീഡിൽ ഇതുപോലെ പാസ് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചൊന്ന് ഒതുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചില്ലേ, അതിലൂടെ തന്നെ പാസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ലൈനിൽ തന്നെ കുത്തി കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്ററിലായിട്ടൊരു നോട്ട് പോലെ വരും. 3 സ്റ്റിച്ചുകളും ഒന്ന് ഒതുങ്ങിയിട്ട് സെൻറ്ററിലൊരു നോട്ട് വന്ന പോലെയാണ് ഉണ്ടാവുക. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണിത്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ചുരിദാറിൻ്റെയൊക്കെ നെക്ക് പോർഷനിലും സ്ലീവ് പോർഷനിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്കൊന്നുകൂടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതുപോലെ മുകളിലത്തെ ലൈനിന് നീഡിൽ കൊണ്ടുവന്നതിന് ശേഷം താഴത്തെ ലൈനിൽ കുത്തിയിട്ട് വീണ്ടും മുകളിലത്തെ ലൈനിലേക്ക് തന്നെ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് സെൻട്രലായിട്ടുള്ള സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നീഡിൽ കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 3 ലൈൻസ് വരച്ചിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 ലൈൻസ് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ്ററിൽ വരേണ്ട നോട്ട് ഉണ്ടല്ലോ, അതെവിടെയാണ് വരേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. നമ്മൾ സ്റ്റിച്ച് ബോർഡ് മാർക്ക് ചെയ്ത് കൊടുത്ത അത്രയും ഭാഗം ഈ സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കണം. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്റ്റിച്ച് നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ മാർക്ക് ചെയ്ത അത്രയും പോർഷനിൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ചായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്.